പൊടിയും വേണം. എന്താണ് പുതിയ വിശേഷങ്ങൾ അടുത്ത ഘട്ടങ്ങളിൽ? പുതിയ വിശേഷം ഇതിപ്പോൾ ഒരു പുതിയ വിശേഷമാണ്. കാരണം കുറേ നാളിന് ശേഷമാണ് നമ്മളൊരു ഇനോഗ്രേഷന് വരുന്നതും നിങ്ങളെല്ലാം വരും. സത്യം പറഞ്ഞാൽ എക്സ്പെക്ട് ചെയ്തില്ല. പക്ഷേ ഇന്ന് സിനിമ റിലീസായിട്ട് കൂടി നിങ്ങളെല്ലാവരും വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. കാരണം എന്താ പറയുക, ഭയങ്കര സപ്പോർട്ട് തന്നെയാണ് നിങ്ങൾ തരുന്നത്. ഓക്കെ, പിന്നെ സിനിമ പരിപാടികൾ സിനിമ നെക്സ്റ്റ് ഇയർ നോക്കാമെന്ന് വിചാരിച്ചു. പയ്യെ നോക്കാം. ഇതിനി ട്രോളി കുറേ പേര് വരും. അവൻ സിനിമ പറഞ്ഞാൽ അനൗൺസ് ചെയ്തില്ല. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഞാനൊരു എന്താ പറയുക, ഒരു ചെറിയൊരു മൂവി ചെയ്യുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയിൽ ഇറക്കാനായിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് അറിയാത്ത ഫീൽഡാണ്. നോക്കി കണ്ടു ചെയ്യാം. അതൊരു ഇൻസ്പിറേഷണൽ കൈൻഡ് ഓഫ് മൂവിയാണ്. നടനും സംവിധായകനും എനിക്ക് ചെയ്തുകൂടെ? അതാ പറയാം. എനിക്ക് ആക്ച്വലി ഞാൻ പറഞ്ഞില്ല, എനിക്ക് അറിയാത്ത ഫീൽഡാണ്. അപ്പം നോക്കിയും കണ്ടും മാത്രം എന്ത് ചെയ്യാന്ന് വിചാരിച്ചു. ഒരു ക്വാളിറ്റി വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അത് ചെയ്യും, എന്തായാലും ചെയ്യും. പൊടി അഭിനയിക്കാൻ നമുക്ക് കാണാൻ പറ്റും, ഒരു ആക്ട്രസ് ആയിട്ട് കാണാൻ പറ്റുമോ പൊടിയെ? നമുക്ക് പൊടി ഓൾറെഡി 2 തെലുങ്ക് മൂവി, ഒരു തമിഴ് മൂവി, ഒരു മലയാളത്തിൽ ദുൽഖർ പ്രൊഡക്ഷനിൽ ഒരു മൂവി ചെയ്തിട്ടുണ്ട് ഓൾറെഡി. പിന്നെ അടുത്തൊരു മൂവി പുള്ളിക്കാരി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിനെപ്പറ്റി നെക്സ്റ്റ് ഇയർ ആക്ച്വലി പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്റെ മൂവിയിൽ പൊടിയുടെ അല്ല, അത് പ്രൊഫഷണലി നമ്മൾ എടുക്കുന്ന രീതിയിലാണ്. പൊടിക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ പൊടി അങ്ങനെ നമ്മൾ ചെയ്യുന്നത്, അതിലൊന്നും കുഴപ്പമൊന്നുമില്ല. നോ ഇഷ്യൂസ്. നീ എന്റെ പേരും പറഞ്ഞ് ഒരുപാട് പേരടുത്ത് ചോദിച്ചത് ഞാൻ കാണുന്നുണ്ട് കേട്ടോ. അല്ല, അത് പക്ഷെ അത് സത്യാവസ്ഥ അല്ല, അങ്ങനെ അല്ല എന്ന രീതിയിൽ അഖിൽമാരോട് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ശരിക്കും എന്താ അഖിൽമാരോട് ഒപ്പീനിയനില് റോബിൻ ബ്രോക്ക് എന്താ പറയാനുള്ളത്? നോ കമന്റ്സ്. ഞാൻ എന്ത് പറയാനാണ്, ഞാൻ എന്റെ കാര്യം പറഞ്ഞു. ഇനിയിപ്പോ അതിനെ എഗൻസ്റ്റ് ആയിട്ടൊന്നും പറയാൻ നിൽക്കുന്നില്ല. നോ കമന്റ്സ്. അല്ല, ആക്ച്വലി അഖിൽമാരാണ് അറിയാം. പൊന്നു ബ്രോ, അവിടെ 1 ലക്ഷം രൂപ വരെ മേടിച്ച ആൾക്കാരുണ്ട് പല സീസണിലും. മനസ്സിലായില്ലേ? അപ്പം 1 ലക്ഷം രൂപ വരെയൊക്കെ മേടിച്ച ആൾക്കാർ നിൽക്കുമ്പോഴത്തേക്ക് 25,000 രൂപ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ. സ്റ്റാർട്ടിങ് തന്നെ അവിടെ കൊടുക്കുന്ന 10,000 രൂപയാണ്. മനസ്സിലായില്ലേ? ബേസിക് ആയിട്ട് കൊടുക്കുന്ന തന്നെ 10,000 രൂപ. അതുകൊണ്ട് അതിൽ പോയി എല്ലാവർക്കും 10,000 രൂപ ഏറ്റവും മിനിമം കിട്ടിയിട്ടുണ്ട്. പിന്നെ പലർക്കും പല രീതിയിലാണ്. ബോഡിക്ക് ഓഫർ വന്നിട്ട് എന്തുകൊണ്ടാണ് ബിഗ് ബോസിലേക്ക് വിടാത്തത്? ഞാൻ വിട്ടില്ലെന്ന് പറഞ്ഞു. അല്ല, ഓഫർ വന്നൊക്കെ ഇങ്ങനെ ന്യൂസ് വരുന്നത്. അല്ല, ഓഫർ വന്നിട്ടുണ്ട്. ഇതിന് മുന്നേ ആക്ച്വലി ഓഫർ വന്നിട്ടുണ്ട്. പുള്ളിക്കാരിയെ തീരുമാനമാണ്. പുള്ളിര് പോകുന്നെങ്കിൽ പോട്ടെ, അത്രേ ഉള്ളൂ. എന്തുകൊണ്ടാണ് പോവാത്തത് ബിഗ് ബോസിലേക്ക്? അങ്ങനെയല്ല, എനിക്കിപ്പോൾ അതിനോടല്ലല്ലോ. ഞാൻ ഇപ്പോൾ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതിലേക്ക് കുറച്ച് ഡ്രീംസ് ഉണ്ട്, കുറേ കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അത് മാത്രമാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് അടിപൊളിയായിട്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാമെന്ന് വിചാരിച്ചിട്ട്. ബിഗ് ബോസ് ഒന്നുകൂടെ നമുക്ക് ജനശ്രദ്ധ കിട്ടുമെന്ന് തോന്നുന്നു. എനിക്ക് അങ്ങനെ ഭയങ്കര ജനശ്രദ്ധ വേണമെന്ന് ആഗ്രഹമില്ല. സമാധാനമായിട്ട് പോകാൻ പറ്റും. സിനിമയിൽ നല്ല ഒരു റോളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ, വലിയൊരു നടിയായി കഴിഞ്ഞാൽ ഈ ബിസിനസ് ഉണ്ടാക്കണേക്കാളും പൈസ നമുക്ക് സിനിമയിൽ നിന്ന് കിട്ടില്ല. ഞാൻ റോബിൻ ചേട്ടൻ വരണേക്കാൾ മുമ്പ് ഈ ബിസിനസ്സാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചുകൂടി ആളുകളിലോട്ട് എത്താൻ വേണ്ടിയിട്ടാണ് തമിഴിലും തെലുങ്കിലൊക്കെ ഓഫർ വന്ന സമയത്ത്, ഹീറോനായിട്ട് ഓഫർ വന്ന സമയത്ത് ചെയ്തത്. അത് ഞാൻ വരുന്നതിന് മുന്നേ ചെയ്തു ഓൾറെഡി. പിന്നെ മലയാളത്തിൽ ചെയ്യാൻ നിൽക്കുമ്പോഴായിരുന്നു പിന്നെ നമ്മൾ റിലേഷൻഷിപ്പിലായത്. പിന്നെ എനിക്ക് അങ്ങനെ മൂവി ചെയ്യണമെന്ന് ആഗ്രഹമില്ല. റോബിൻ ചേട്ടൻ ചെയ്യാൻ പറഞ്ഞിട്ടും ഞാൻ ചെയ്യാനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്ത് വെച്ചൊരു മൂവിയാണ്. അത് നെക്സ്റ്റ് ഇയറിലായിട്ട് ചെയ്യുന്നുണ്ടാവും. എൻ്റെ ബ്രദർ തന്നെയാണ് ചെയ്യുന്നത്. ഞാൻ ചോദിക്കുന്നത്, ബിസിനസ്സിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ സിനിമയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബിസിനസ്സിന് കിട്ടുന്നേക്കാളും പൈസ ഈ സിനിമയിൽ കിട്ടില്ലേ? എനിക്ക് പൈസ അല്ലല്ലോ, പാഷനാണ്. പൈസ ഉണ്ടാക്കുന്നതും പാഷനും തമ്മിൽ ഡിഫറൻസ് ഇല്ലേ? അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യുക, അതിൽ നിന്ന് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുക. അപ്പൊ പുള്ളിക്കാരിക്ക് ബിസിനസ് അല്ലെങ്കിൽ പുള്ളിക്കാരി പഠിച്ച ആ ഒരു മേഖലയിൽ പുള്ളിക്കാരിക്ക് വർക്ക് ചെയ്യുന്നതാണ് പുള്ളിക്കാരി ഇഷ്ടം. മൂവി ചെയ്യണമെന്ന് തോന്നി മൂവി ചെയ്യും, അത്രേ ഉള്ളൂ. നോ ഇഷ്യൂസ്. എന്തൊക്കെയാണ് വിവാഹത്തിന്റെ 1 ഇയർ പ്ലാനിങ്? ഫസ്റ്റ് ഇയർ ആഘോഷിക്കാൻ പോകുന്നു. എന്തൊക്കെയാണ് അതിന്റെ പ്ലാനുകളും കാര്യങ്ങളും? ഫസ്റ്റ് ആനിവേഴ്സറി നോർമലായിട്ട് ചെയ്യണം പോലെ ചെയ്യും. പിന്നെ ഡോക്യുമെന്ററി ചെയ്യണമെന്നുണ്ട്. കോസ്റ്റ്യൂംസിന്റെ ഡോക്യുമെന്ററി ചെയ്യണമെന്നുണ്ട്. ഫംഗ്ഷൻസിന്റെ അധികം വീഡിയോസും ഫോട്ടോസും ഞാൻ പോസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്ക് പറ്റുകയാണെങ്കിൽ എല്ലാ കാര്യം കണക്ട് ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ ഡോക്യുമെന്ററി വെഡിങ് ആനിവേഴ്സറിയുടെ സമയത്ത് ചെയ്യണമെന്നുണ്ട്. പിന്നെ ഭയങ്കര തിരക്കാണല്ലോ. അപ്പൊ അതിനൊപ്പം നിങ്ങളൊരു ഹണിമൂൺ ട്രിപ്പ് തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അതെങ്ങനെയായിരിക്കും? അല്ല, അത് ആക്ച്വലി ഞാൻ പറയില്ല, നമ്മൾ രണ്ടും അറിയില്ല. കല്യാണം കഴിഞ്ഞ് നമ്മൾ ആ ഒരു ട്രാക്കിലേക്ക് വരാൻ സമയം അവരെ ആക്ച്വലി ഒരുപാട് നമ്മളടുത്ത് ഫോഴ്സ് ചെയ്യുന്നുണ്ട് അടുത്ത സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി. ബാലിയിൽ പോകാൻ വേണ്ടി ഈ പ്രാവശ്യം ടിക്കറ്റ് എടുക്കാന്ന് പറഞ്ഞത്. അപ്പം നമുക്ക് 1-2 കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. പിന്നെ
ചുമ്മാ പോയി വീഡിയോസ് ഇടുന്ന നമുക്കല്ലല്ലോ, നമ്മൾ പോയി മനസ്സമ്മതനായിട്ട് എൻജോയ് ചെയ്യാനാണല്ലോ. അപ്പോൾ എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങളെല്ലാം തിരക്കെല്ലാം മാറ്റി വെച്ച്, കാരണം പുള്ളിക്ക് ഇപ്പോൾ സീസണാണ്, സോ ഒരുപാട് വർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ എനിക്കാണെങ്കിലും ഞാനും തിരക്കാണ്. അപ്പം എല്ലാം കൂടെ ആകുമ്പോൾ നമുക്ക് സമയം കിട്ടുന്നില്ല. അപ്പോൾ സമയം കിട്ടുമ്പോൾ നമ്മളത് പോയി നമ്മൾ ഹാപ്പി അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമുക്ക് വേണ്ടിയാണ് നമ്മൾ പോകണത്. പിന്നെ അവർ പറഞ്ഞ കണക്ക് എല്ലാ കൺട്രീസും ഇനി പോകും. ചിലർ പറയുന്നുണ്ട് നമ്മളിനി അത് പോകുന്നില്ല, ചുമ്മാ പറഞ്ഞാൽ ഇനി പോകുമ്പോൾ ഇവരിനി എന്ത് പറയും, മനസ്സിലായില്ലേ? സോ അത്രേ ഉള്ളൂ. ഇപ്പൊ റോബി ബ്രോനെ അൾട്ടിമേറ്റ് സീസൺ ഉണ്ടാവുകയാണെങ്കിൽ അങ്ങനെ ബിഗ് ബോസ് അൾട്ടിമേറ്റ് അങ്ങനെ വിളിക്കെങ്കിൽ പോവാ? ഇല്ല പോകില്ല. ഇനി ബിഗ് ബോസിന്റെ ഫീൽഡ് ഒഴിവാക്കി. ഇല്ല, കാരണം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അതിന് എഗൻസ്റ്റ് ആയിട്ട് പറഞ്ഞ ഒരാളാണ്, മനസ്സിലായില്ല? അപ്പം എഗൻസ്റ്റ് ആയിട്ട് പറഞ്ഞിട്ട് ഞാൻ ആ ഒരു ഷോയിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ നിലപാടില്ലാത്തവനാണ്, മനസ്സിലായില്ല? അപ്പം എന്റെ നിലപാടിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നുണ്ട്. അതിന് എന്ത് വന്നാലും അങ്ങനെ തന്നെയാണ്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും റോബിന് ഇങ്ങനെ ആൾക്കാരെ അറിയാൻ കാരണം ബിഗ് ബോസ് ആണല്ലോ. അതെ, പറഞ്ഞ സമയത്ത് ഞാൻ പറയട്ടെ, ഒരിക്കലും ഇല്ല. കാരണം ഞാൻ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന വേറൊരു ഫീൽഡിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. ഞാൻ ഈ ഷോയിലേക്ക് വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, മീഡിയയും കാര്യങ്ങളെല്ലാം അറിയുന്നത്. അപ്പം അതിലുള്ള എല്ലായിടത്തും അല്ലെങ്കിൽ ആ ഒരു ഷോവിനെ കംപ്ലീറ്റ്ലി അല്ല, ചില കാര്യങ്ങളോട് എനിക്ക് വിയോജിപ്പുണ്ട്. അതിപ്പോഴും എനിക്ക് വിയോജിപ്പുണ്ട്. അതിനി അങ്ങനെ തന്നെ ആയിരിക്കും. ഇതേ നിലപാടുള്ള ആൾ തന്നെയായിരുന്നു അഖിൽമാരാർ. പല ബിഗ് ബോസിൽ ഇപ്പൊ സിബിന്റെ ഇഷ്യൂ വന്നപ്പോൾ ബിഗ് ബോസിനെതിരെ സിബിനെ സപ്പോർട്ട് ചെയ്ത ആളായിരുന്നു അഖിൽമാരാർ. മറ്റേ ബിഗ് ബോസിൽ ഗസ്റ്റ് ആയിട്ട് വിളിച്ചപ്പോൾ അഖിൽമാരാർ പോയി. ബിഗ് ബോസിന് ഇഷ്ടമില്ലാത്തായിരുന്ന ആളായിരുന്നു ബിഗ് ബോസിലേക്ക് വീണ്ടും മത്സരിക്കാൻ പോയി. അപ്പോ ഏകദേശം ഒക്കെ ഒരു ധാരണ വേണമെങ്കിൽ നിങ്ങൾ റൂബി ബ്രോക്കും പോകാനുള്ള ഒരു അവസരമില്ല. എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ആരുടെയും മൂഡ് താങ്ങി നടക്കാൻ പറ്റില്ല, ഓപ്പണായിട്ട് പറയാം. കാരണം എനിക്ക് എൻ്റെതായിട്ടുള്ള ഒരു വ്യക്തിത്വം ഉണ്ട്, ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്, പേഴ്സണാലിറ്റി ഉണ്ട്. അപ്പോൾ ഞാൻ ഭയങ്കര സംഭവ കാര്യങ്ങളൊന്നും അല്ല. പക്ഷേ എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ അടിയുറച്ച് നിൽക്കും. ഇപ്പോൾ എനിക്ക് തെറ്റുകൾ പറ്റാം, തെറ്റുകൾ പറ്റി കഴിഞ്ഞാൽ ഞാനത് തെറ്റാണെന്ന് അംഗീകരിച്ച് അത് ആവർത്തിക്കാതിരിക്കാൻ ഉണ്ട്, മനസ്സിലായില്ലേ? ഇതിൽ ചില കാര്യങ്ങൾ ചെയ്തത് ശരിയല്ല, അല്ലെങ്കിൽ അവരുടെ ചില കാര്യങ്ങൾ എനിക്ക് അത് വിയോജിപ്പുണ്ട്. അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇനി അവർ വിളിച്ചാലും ഞാൻ പോകത്തില്ല. ഉറച്ച നിലപാടാണ്. ഞാൻ എന്നെ വിളിക്കത്തുമില്ല, വിളിച്ചാലും ഞാൻ പോകത്തില്ല. ഈ സീസണിൽ ഏറ്റവും കൂടുതൽ വഴക്കുകൾ ഉണ്ടായിട്ട് ഫുഡിന്റെ പേരിലായിരുന്നു. അപ്പോൾ റോബിന്റെ സീസണിൽ ഇങ്ങനെ ഫുഡിന്റെ ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു ഭയങ്കര. ആക്ച്വലി നിങ്ങൾ വിചാരിക്കുന്ന അവിടെ ഒരുപാട് ഫുഡൊന്നും ഇല്ല കേട്ടോ. അവിടെ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അതാണ് ഗെയിം. കാരണം നമുക്ക് ആവശ്യമുള്ള ഫുഡ് കിട്ടാതിരിക്കുമ്പോൾ നമുക്ക് എന്ത് ഫ്രസ്ട്രേഷൻ വരും, ദേഷ്യം വരും, സ്ട്രെസ് വരും. അതാണ് ഗെയിം, പാർട്ട് ഓഫ് ദി ഗെയിം. സർവൈവ് ചെയ്യുക. രാവിലെ 2 ചപ്പാത്തി കഴിച്ചിട്ട് സർവൈവ് ചെയ്തിട്ട് അങ്ങനെ ചിലർ പറയുന്നു. അല്ല, ആക്ച്വലി ഫുഡ് കുറവാണ്, കമ്പാരിറ്റീവ്ലി കുറവാണ്. കാരണം വീക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസം നമുക്ക് റേഷനൊക്കെ കിട്ടുകയാണെങ്കിൽ നല്ല രീതിയിൽ കാണും. പിന്നെ ടുവേഴ്സ് എൻഡ് എത്തുമ്പോഴത്തേക്ക് കുറവായിരിക്കും. ഇപ്പോൾ എല്ലാവരും പറഞ്ഞൊരു കാര്യം എന്താണ്, ബിഗ് ബോസിലേക്ക് പോകുമ്പോൾ അത് കുറച്ചധികം വെയിറ്റ് ഉണ്ടായിരുന്നു. ബിഗ് ബോസ് 3 മാസം കഴിഞ്ഞ് റിട്ടേൺ വരുമ്പോൾ ഭയങ്കര വെയിറ്റ് ഭയങ്കര ലോസ് ആയി. റോബിന്റെ എങ്ങനെയായിരുന്നു പറഞ്ഞത്? അല്ല, ഞാൻ അവിടെ കയറുമ്പോൾ എനിക്ക് 94 കിലോ ആയിരുന്നു, ഇറങ്ങിയപ്പോൾ 86 കിലോയിലാണ് ഇറങ്ങിയത്. അപ്പോൾ വെയിറ്റ് കുറഞ്ഞു. കാരണം നമ്മൾ സ്ട്രെസ് ഉണ്ടാവും, പിന്നെ ഫുഡ് കുറവാണ്. ഒബ്വിയസ്ലി നമുക്ക് എന്ത് ചെയ്യും, അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ. ബിഗ് ബോസിന് ഇറങ്ങുമ്പോൾ ഒരു ചുള്ളനായിട്ടാണ് ഇറങ്ങിയത്. അത് ഭയങ്കര ബ്രോ, നമ്മൾ കാണുന്ന കാഴ്ചപ്പാടിലല്ലല്ലോ, മനസ്സിന്റെ ഒരു ഇതിലല്ലേ നമ്മൾ ഓരോ വ്യക്തികളുടെ സ്വന്തനായിരിക്കുന്നത്, അല്ലേ? അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ നീ ഞാനും ഒരേപോലെ സ്വന്തനാണ്. ഈ ബിഗ് ബോസിൽ സാധാരണ സൗഹൃദങ്ങൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്ത സാധനമാണ്. പക്ഷേ ഈ സീസണിലുള്ളവർക്കൊന്നും വലിയ സൗഹൃദങ്ങളില്ല. പരസ്പരം പുറത്തു വന്നിട്ട് ഭയങ്കര ചെളികാരി അറിയും. അപ്പോൾ സീസൺ മാറും തോറും ആളുകൾക്കുള്ള വൈരാഗ്യമാണ് കൂടുന്നത്. ബ്രോ, അത് ഞാൻ പറഞ്ഞില്ല, ഓരോ ഇൻഡിവിജ്വൽ അനുസരിച്ചിരിക്കും. ഗെയിമിൻ്റെതായിട്ടുള്ള രീതി എടുത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല. ചിലർ ഗെയിമായിട്ടല്ല എടുക്കുന്നത്, ഇൻഡിവിജ്വൽ പേഴ്സണൽ ഗേജസ് ഒക്കെ വെച്ചിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ എടുക്കാതിരിക്കുക, അത്രേ ഉള്ളൂ. ഇപ്പം ഞാൻ ചോദിച്ചിട്ടേ, സീസൺ 4 ഞാൻ ഔട്ട് ആവാൻ വൺ ഓഫ് ദി റീസൺ എന്ന് പറയുന്നത് നമ്മുടെ റിയാസ് സലീമായിരുന്നു. പക്ഷെ തിരിച്ചു കയറിയപ്പോൾ ഞാൻ എങ്ങനെ റിയാസിൻ്റെ അടുത്ത് പെരുമാറിയത്, അല്ലേ? സൗഹൃദത്തോടെ നല്ല രീതിയിലല്ലേ പെരുമാറിയിട്ടുള്ളൂ. ഒരു കാര്യം പോലും ഹേർട്ടിംഗ് ആയിട്ട് ഞാൻ ഒരു വാക്ക് പോലും പറഞ്ഞില്ല. അത് ഗെയിമിൻ്റെതായിട്ടുള്ള രീതിയിൽ എടുക്കുമ്പോൾ അങ്ങനെ എടുക്കത്തുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇപ്പോഴും ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം എന്താ, ഇത്രയും വർഷമായിട്ട് നമ്മൾ സിൻസിയറായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതിൽ ഒരുപാട് സന്തോഷം. റോബിന്റെ സീസണിൽ ലക്ഷ്മി പ്രിയ ചേച്ചി അല്ലാണ്ട് വേറെ ആയിട്ടാണ് നിലവിൽ കോൺടാക്ട് ഉള്ളത്? എനിക്കങ്ങനെ വലുത് എല്ലാവരുമായിട്ടും ജസ്റ്റ് കോൺടാക്ട് ഉണ്ട്, അത്രേ ഉള്ളൂ. അങ്ങനെ റെഗുലറായിട്ട് വിളിക്കുക, മെസ്സേജ് ചെയ്യുന്ന അങ്ങനെയില്ല. ബ്ലസ്ലി ആയിട്ട് ഇടയ്ക്ക് മെസ്സേജ് ചെയ്യാറുണ്ട്. അതെ. ഈ അനീഷിനൊക്കെ